ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നൊരു വീഡിയോ നമ്മുടെ മുൻ ജന്മദോഷങ്ങളും പാപങ്ങളും ഒക്കെ തീർന്ന് ശുക്രഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ലഭിച്ച് ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നമുണ്ടെങ്കിൽ അത് മാറി ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, സന്താന ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതുണ്ടാവാൻ, പൂർവിക സ്വത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും, ഇനി അത് നമ്മുടെ പേരിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആ പൂർവിക സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായി തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഏപ്രിൽ 1-ാം തീയതി പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന പരിഹാരത്തെക്കുറിച്ചാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നത്. ഇത് കഴിയുന്നതും എല്ലാവരും മിസ്സാക്കാതെ തന്നെ ചെയ്യണം. അതിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളെ കൊണ്ട്, പുരുഷന്മാരെ കൊണ്ട്, അതിപ്പോൾ ഭർത്താവാവാം, മക്കളാവാം, അച്ഛനാവാം, അങ്ങനെയുള്ള ആളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് 100% ഫലം കിട്ടും. ഇനി ചിലയിടത്ത് ഭർത്താക്കന്മാർക്കോ മക്കൾക്കോ ഒന്നും ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാൻ പോവണ്ട, നമുക്ക് തന്നെ ചെയ്യാം. ഇനി ഭാര്യയും ഭർത്താവും ഒന്നിച്ചിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ജാതകത്തിലെ 12-ാം ഭാവത്തിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് പൈങ്കുനി ഉത്രത്തെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഭഗവാൻ മുരുകൻ്റെ വിവാഹം നടന്ന ദിവസമാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ വള്ളിയമ്മയെയാണ് ഈ ഒരു ദിവസം കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, മുരുകഭഗവാനെ ഗുരുവായിട്ടും വള്ളി ദേവയാനി അമ്മമാരെ ശുക്രഭഗവാനുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഗുരു ശുക്ര ചേർച്ചയാണ് സംബന്ധിക്കുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ വ്രതമെടുത്ത് നമ്മൾ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഈ എല്ലാ ദോഷങ്ങളും ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുള്ള സർവ്വവിധ ദോഷങ്ങളും ഇല്ലാതെ ആക്കാനായിട്ട് നമുക്ക് വേണ്ടത് 12 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കന്യകകളായിട്ടുള്ള പെൺകുട്ടിയുടെ അനുഗ്രഹമാണ്. അതായത് അതിൽ 16 വയസ്സ് ആയിട്ടുള്ള കുട്ടികളെയും നമുക്ക് ഇതിൽ കൂട്ടാവുന്നതാണ്. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന ചില വഴിപാടുണ്ട്, പക്ഷേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ട് എന്ന് പറയുന്നവരാണ് ഈ ഒരു 12 to 16 വയസ്സ് വരെയുള്ള കന്യകകളായിട്ടുള്ള പെൺകുട്ടികൾ. അപ്പോൾ അന്നത്തെ ദിവസം അവരുടെ അനുഗ്രഹം അത് നമ്മൾ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 7 തലമുറകളിൽ ആ ഒരു അനുഗ്രഹം നിലനിൽക്കുകയും ശുക്രഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഏപ്രിൽ 1-ാം തീയതി പൗർണമി തിഥിയും ബുധനാഴ്ചയും ഉത്തരം നക്ഷത്രത്തോടും ചേർന്ന് വന്നിരിക്കുന്ന പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് രാവിലെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരോടോ മക്കളോടോ ഈ ഒരു കാര്യം ചെയ്യാൻ പറയണം. 2 പേരും ഒന്നിച്ച് ചെയ്താൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണെങ്കിലും ചെയ്യാം. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക. മുരുകഭഗവാന് വേണ്ടി ചെയ്യേണ്ടുന്ന വഴിപാടിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറിന് മുൻപിൽ മാവിലത്തോരണം. സാധാരണ നമ്മൾ ഫ്രണ്ട് ഡോറിന് മുൻപിൽ മാത്രമാണ് മാവിലത്തോരണം. പക്ഷേ നമുക്ക് എത്ര മുറികളുണ്ടോ അത്രയും മുറികളിലും മാവിലത്തോരണം അതിൻ്റെ ഡോറിൽ അല്ലെങ്കിൽ ആ വാതിലിൽ ചാർത്താമെന്നുള്ളതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ട് നമ്മൾ മാവിലത്തോരണം ചാർത്തി ബാക്കി എല്ലാ റൂമുകളിലും നമ്മൾ മാവിലയുടെ ഒരു ചെറിയ കൊത്തെങ്കിലും സൂക്ഷിക്കണം ഈ ഒരു ദിവസം. അതിനോടൊപ്പം തന്നെ നമ്മൾ മാക്കോലമായിട്ട് കോലം കൂടിയിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ മുൻപിലും എല്ലാ റൂമുകളിലും ഇടണം. ഇപ്പോൾ ഒരു ചെറിയ 8 ഇതളുള്ള താമരയാണെങ്കിലും നമ്മൾ നമ്മുടെ എല്ലാ റൂമിലും മേശ കാണുമല്ലോ, അപ്പോൾ അതിന് പുറത്തായിട്ട് 8 ഇതളുള്ള ഒരു താമരപ്പൂവും കൂടി വരച്ച് വെക്കണം, കിച്ചൺ ഉൾപ്പെടെ. അതേപോലെ ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ടും നമ്മൾ മാവില തോരണം നമ്മൾ ചാർത്തണം. അതിനുശേഷം പൂജാമുറിയിൽ നമ്മുടെ നിലവിളക്കുണ്ടല്ലോ, ആ നിലവിളക്കിന് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് ആ നിലവിളക്ക് ആദ്യം തന്നെ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം ഒന്നെങ്കിൽ നിലവിളക്കിൽ നമ്മൾ വസ്ത്രം ചാർത്താറുണ്ട്, നല്ല റെഡ് കളറിലെ പട്ട് വസ്ത്രം. അങ്ങനെ അല്ലെങ്കിൽ നിലവിളക്കിനടുത്തായിട്ട് ഒരു ചെറിയ റെഡ് കളറിൽ, ചുമന്ന കളറിൽ പട്ട് വസ്ത്രം വാങ്ങിച്ച് നിലവിളക്കിന് നമ്മൾ ആദ്യം തന്നെ സമർപ്പിക്കണം.
സമർപ്പിച്ചതിന് ശേഷം ആ നിലവിളക്കിന് മുൻപിലായിട്ട് ചെറിയ പീഠത്തിലോ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റിലോ വാഴയിലയാണെങ്കിൽ അതിൻ്റെ പുറത്തോ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തെ കുറിക്കുന്ന യന്ത്രം, ഈ ഒരു യന്ത്രം നമ്മുടെ എല്ലാ ദോഷങ്ങളെയും മുൻജന്മത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന യന്ത്രമാണ്. ഈ ഒരു യന്ത്രം നമ്മൾ വരയ്ക്കണം. അതായത് വാക്കോലമായിട്ട് വേണം വരയ്ക്കാനായിട്ട്. വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൂവളത്തിലെയും മാമ്പൂവും ആര്യവേപ്പിൻ്റെ പൂവ്, അപ്പം മാവ് പൂത്ത് ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മാമ്പൂവ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ, ഇനി മാമ്പൂവുമില്ല ആര്യവേപ്പിൻ്റെ പൂവുമില്ലെങ്കിൽ കൂവളത്തിലെ മാത്രമായിട്ടും എടുക്കാം. ഇനി ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറയുന്നവർ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും മണമുള്ള പൂക്കൾ എടുക്കാവുന്നതാണ്. അത് സെക്കൻഡ് ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മാമ്പൂവ്, ആര്യവേപ്പിൻ്റെ പൂവ്, അതേപോലെ തന്നെ കൂവളത്തിലെയാണ്. ഇതുകൊണ്ട് 108 പ്രാവശ്യം ഓം ശ്രീം ശ്രീയൈ നമ എന്നുള്ള മഹാലക്ഷ്മിയുടെ മന്ത്രം ചൊല്ലി നമ്മൾ ആ ശ്രീമെന്ന് എഴുതിയിരിക്കുന്നതിന് അർച്ചന ചെയ്യുകയാണ്. ആ ഒരു കോലത്തിൻ്റെ സെൻറ്ററിൽ ശ്രീമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ അർച്ചന ചെയ്യുന്നു. അർച്ചന ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കേണ്ടത് ആദ്യം തന്നെ മാവിളക്ക്, അതൊരു നിവേദ്യമാണിവിടെ. അതായത് നമ്മൾ 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് 2 മാവിളക്ക് കൂടി നമ്മൾ കത്തിച്ച് വെക്കണം. അതിവിടെ നിവേദ്യമായിട്ടാണ് എടുക്കുന്നത്. ആ മാവിളക്ക് അണഞ്ഞു കഴിയുമ്പം അതിൽ നിന്നും ഒരല്പം പ്രസാദമായിട്ട് വീട്ടിലുള്ള എല്ലാവരുടെയും വായിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അതിന് ശേഷം അത് പശുവിന് കൊടുക്കുകയോ ഉറുമ്പുകൾക്ക് പൊട്ടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ തിനമാവ് നമുക്കറിയാം, മുരുക ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. തിന എന്ന് പറയുന്നത് തിനമാവ് ദീപമൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് വാങ്ങിച്ചിട്ട് അത് പൊടിച്ച് അതിനകത്തൊരല്പം തേനും കൂടി ഇട്ട് കുഴച്ച് തിനമാവ്, പിന്നെ 7 ഫ്രൂട്ട്സ്, ഒന്നെങ്കിൽ വ്യത്യസ്ത തരത്തിൽ 7 ഫ്രൂട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് തന്നെ 7 എണ്ണം എടുത്ത് അത് സമർപ്പിക്കാം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് ആവിയിൽ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പാൽപ്പായസം, അതേപോലെ തന്നെ ഇടിയപ്പം, അങ്ങനെയുള്ള ആവിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം. ഇതെല്ലാം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ എന്തൊക്കെയാണോ സമർപ്പിക്കാൻ പറ്റുന്നത് അതൊക്കെ സമർപ്പിക്കാം. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞല്ലോ 12-നും 16-നും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളെ വിളിക്കണം. അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 8 അല്ലെങ്കിൽ 9. ഏറ്റവും കുറഞ്ഞത് 3 ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് 9. അപ്പം ഈ ഒരു എണ്ണത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പെൺകുട്ടികളെ വിളിക്കണം. വിളിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ കൊടുക്കണം. ആ ഒരു ഏജിലുള്ള പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം, ചുരിദാറോ സ്കേർട്ടും ടോപ്പോ, അല്ലെങ്കിൽ എന്താണോ ആ കുട്ടികൾ ഇടുന്നത് അതനുസരിച്ച്. അത് പറ്റില്ല എന്നുള്ളവർക്ക് വള, മാല, കമ്മൽ, പൊട്ട്, മൈലാഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങൾ, മുല്ലപ്പൂവൊക്കെ വെച്ച് താമ്പൂലമായിട്ട് കൊടുക്കുക. അതിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് കണ്ണാടി എന്ന് പറയുന്നത്. ഒരു ചെറിയ കണ്ണാടിയും കൂടി അതിൽ വെച്ചിട്ട് അത് അവർക്ക് കൊടുക്കണം. അതവർക്ക് കൊടുത്തിട്ട് അവരോട് പറയണം, നമ്മൾ അക്ഷതം തയ്യാറാക്കി വെക്കണം. പൊട്ടാത്ത പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയും നെയ്യും കൂടി കുഴച്ച് വെച്ചിരിക്കുന്നതാണ് അക്ഷതം. ആ അക്ഷതം അവരോട് ആദ്യം തന്നെ കയ്യിലെടുത്ത് നമ്മളവിടെ ശ്രീം എന്ന് പറയുന്ന യന്ത്രം വരച്ച് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആ ഒരു യന്ത്രത്തിലോട്ടത് ഇടാനായിട്ട് പറയണം, ആ വരച്ച് വെച്ചിരിക്കുന്ന മക്കോലത്തിൽ. അതിനുശേഷം അവരുടെ കാലിൽ വീണ് നമ്മൾ അനുഗ്രഹം മേടിക്കണം. അവർ നമ്മളെക്കാൾ ചെറുതാണല്ലോ, അവരുടെ അനുഗ്രഹം മേടിക്കാമോ എന്നൊന്നും ചിന്തിക്കരുത്. അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലെയും നമ്മുടെയും സർവ്വവിധ ദോഷങ്ങളും മാറ്റി ശുക്രഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ലഭിക്കാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയാണത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിൽ തോന്നാതെ വേണം അവരുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കാൻ. ആ സമയം, അതായത് നമ്മൾ അക്ഷതം അവരോട് യന്ത്രത്തിലിടാൻ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ, അതിട്ടതിന് ശേഷം കുറച്ച് അക്ഷതം കൂടി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഞങ്ങളുടെ തലയിലും കൂടി ഇട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ പറയണമെന്ന് അവരോട് പറയണം.
ഇത് വളരെ നല്ല കാര്യമാണ്. ഇതുവഴി നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സന്താന ഭാഗ്യത്തിനും ഭാര്യാഭർത്താവ് ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറാനും, അതേപോലെ തന്നെ മുൻജന്മ ദോഷങ്ങളില്ലാതാവാനും, പൂർവിക സ്വത്ത് സംബന്ധിച്ചുള്ള സർവ്വവിധ പ്രശ്നങ്ങളും മാറാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണവും കൊടുക്കണം. ഈ ഒരു പൂജയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫുഡിൽ നിന്നും കുറേശ്ശെ എടുത്ത് പ്രസാദമായിട്ട് അവർക്കത് കൊടുത്ത് അവരെ കഴിപ്പിച്ച് സന്തോഷത്തോടു കൂടി വേണം അവരെ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് നമ്മൾ പറഞ്ഞു വിടാൻ. അതിനുശേഷം ആ യന്ത്രത്തിൽ അവരിട്ടിരിക്കുന്ന അക്ഷതമുണ്ടല്ലോ, ആ അക്ഷതം ഒന്നുപോലും കളയാതെ നമ്മൾ പെറുക്കി ഒരു റെഡ് കളറിലെ, ചുമന്ന കളറിലെ തുണിയിലിട്ട് കെട്ടി അത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക. പൂജാമുറി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിച്ചു വെക്കുക. അത് അടുത്ത പൈങ്കുനി ഉത്രം വരെ നമ്മുടെ വീട്ടിലോട്ട് മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം ഉണ്ടാവാനും നമ്മുടെ വീട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും സഹായിക്കും. ഇതൊക്കെ നമ്മൾ രാവിലെയാണ് ചെയ്യേണ്ടത്. അന്ന് സന്ധ്യയ്ക്ക്, ഏപ്രിൽ 1-ാം തീയതി സന്ധ്യയ്ക്ക് ആകാശത്ത് ചന്ദ്രൻ വന്നതിന് ശേഷം ആ ഒരു പൗർണമിയെ നോക്കി, ആ ഒരു ചന്ദ്രനെ നോക്കി നമ്മൾ കൈകൾ കൂപ്പി ആദ്യം തന്നെ നന്ദി പറയണം. അതിന് ശേഷം ചന്ദ്രഭഗവാനോട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ചിലർ സന്താന ഭാഗ്യത്തിനായിരിക്കാം, ചിലർ പൂർവികമായിട്ടുള്ള ദോഷങ്ങൾ മാറാനായിരിക്കാം, ചിലർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാനാവാം, ചിലർ സമാധാനത്തിനും സന്തോഷത്തിനും വീട്ടിലോട്ടുള്ള ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാവാം, ചിലർ പൂർവികമായിട്ടുള്ള സ്വത്ത് തർക്കം അത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് കാര്യത്തിനാണോ ആ കാര്യം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുക. ചന്ദ്രനെ കണ്ടതിന് ശേഷം നമ്മൾ രാവിലെ സമർപ്പിച്ചിരിക്കുന്ന നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ മറ്റോ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് കഴിച്ച് വ്രതം അവസാനിപ്പിക്കുകയും കൂടിയിട്ട് വേണം. പൈങ്കുനി ഉത്രമായ ഏപ്രിൽ 1-ാം തീയതി ശുഭദായകമായിട്ടുള്ളൊരു ദിവസം ഈ രീതിയിൽ നിങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടി വന്നിരിക്കും. അടുത്ത പൈങ്കുനി ഉത്ര സമയമാകുമ്പോഴേക്കും ഈ ഒരു പൂജ നമ്മൾ ചെയ്തതിൻ്റെ വ്യത്യാസം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.